ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് നോക്കാം. അതിന് രാവിലെ അവരുടെ ചിന്ത എന്തായിരുന്നു? കലിപ്പാണല്ലോ. ഓക്കെ, അവരിപ്പോൾ ഒരു സ്ലോ ആക്ഷനിലൂടെയാണ് മോർണിംഗിൽ കടന്നു പോകുന്നത്. ഓക്കെ, 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ചിന്തകളെല്ലാം നെഗറ്റീവായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോകുന്നതിനെല്ലാം അവർക്ക് ഭയങ്കര സ്ലോ ആണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് ദേഷ്യമുണ്ട്, ആർഗ്യുമെൻറ്റിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുവാനുള്ള ഉദ്ദേശവും അവർക്കുണ്ട്. ഓക്കെ, എന്നാൽ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഇവിടെ സ്നേഹമുണ്ട്. ലവേഴ്സിൻ്റെ കാർഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ആ സ്നേഹമെല്ലാം ഹിഡൻ ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളോട് പ്രകടിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 2 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അൺകണ്ടീഷണലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്നേഹം ഉണ്ട്, പക്ഷേ അതൊന്നും പ്രകടമാക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷനും എടുക്കാതെ കണ്ണും മൂടിക്കെട്ടി എവിടെയെങ്കിലും ഇരിക്കുകയാണ് കേട്ടോ. ചിന്തകളാണെങ്കിൽ നെഗറ്റീവാണ്. വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് അനക്കമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ. ഓക്കെ, ഇമോഷണൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഈഗോയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്പർ 1 കാർഡ് വന്നിരിക്കുന്നു. ഈഗോ എനർജിയും ഇവിടെയുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഒരാളെ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ നല്ല ബ്ലാക്ക് മാജിക് എഫക്റ്റ് വന്നതായി കാണുന്നുണ്ട്. ഓക്കെ, 2 കാർഡ്സും ഇവിടെ ഈ കാർഡും നെഗറ്റീവ് എനർജിയെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ബ്ലാക്ക് മാജിക് എനർജി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതെല്ലാം റിയലൈസ് ചെയ്യുകയാണ്. ആരൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിരിഞ്ഞു പോകാനുണ്ടായ കാര്യം. ഓക്കെ, എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം നിങ്ങളുടെ സ്നേഹം കണ്ട് മറ്റുള്ളവർക്ക് പോലും അസൂയ തോന്നിയിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് ദേഷ്യം തോന്നിയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വഴക്കിട്ട നിമിഷങ്ങളെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുകയാണ്. ഓക്കെ, ഒരുപാട് ആവശ്യമില്ലാത്ത കുറേ വാക്കുകൾ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു, നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ സ്റ്റാറായി മാറിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്റ്റാറായിരിക്കുന്നു. നിങ്ങളുടെ അഫർമേഷൻ എന്താണോ അതെല്ലാം നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. നിങ്ങൾ അവരോട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. സാമ്പത്തിക ഗ്രോത്ത് നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും ശാരീരികമായിട്ടുള്ള സൗന്ദര്യം നിങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് അവർ ദേഷ്യം പിടിച്ച് നിങ്ങളെ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഈ ഒരു സമയം ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ലവേഴ്സിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളോടുള്ള സ്നേഹമൊന്നും അവർക്ക് ഇതുവരെയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല കേട്ടോ. സ്നേഹമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ദ ഹെർമിറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ സ്പിരിച്വലി കുറച്ച് കണക്റ്റ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഓഫർ തരണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, മെസ്സേജ് അയക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ നിൽക്കുന്നു. പലപ്പോഴും മെസ്സേജ് ടൈപ്പ് ചെയ്യാറുണ്ട്. അത് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഡിലീറ്റ് ആക്കി കളയുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നതിന്, ആക്ഷൻ എടുക്കുന്നതിന് പകരം അവർ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് ഹെൽപ്പായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതവർക്ക് അറിയാം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലോ യാതൊരു സന്തോഷവും ഉണ്ടാകില്ല എന്നറിയാം. എങ്കിൽ പോലും അവർ അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ മോർണിംഗ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ റീയൂണിയൻ സാധിക്കുമോ എന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റീയൂണിയനുള്ള സാധ്യതയുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിനും തങ്ങളിൽ ഒരു റീയൂണിയനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും റീയൂണിയനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് തങ്ങളിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. നിങ്ങൾ ഒന്നാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് വേണ്ടി ഒന്നിലധികം ആൾക്കാരുടെ ഇടപെടലുകൾ ഇവിടെ ഉള്ളതായി കാണുന്നുണ്ട്.
ഒക്കെ നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ ഗ്രോത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മനസ്സുകൊണ്ടാകാം, അല്ലെങ്കിൽ വ്യക്തികളുടെ ഇടയിലായിരിക്കാം ഒന്നിലധികം ആൾക്കാർ ഇടപെട്ട് നിൽക്കുന്നു. എങ്കിൽ പോലും നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺസ് വളരെ സ്ലോയിലാണെങ്കിലും നിങ്ങളിലേക്ക് റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? വളരെ വിഷമിച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. തേർഡ് പാർട്ടീസിനെയോ അല്ലെങ്കിൽ മറ്റേതോ സിറ്റുവേഷനെയോ നിങ്ങൾ നല്ല രീതിയിൽ ഭയപ്പെടുന്നുണ്ട്. മനസ്സുകൊണ്ട് ഒട്ടും നേരെയല്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ജീവിതത്തിൽ നിന്ന് സന്തോഷങ്ങളെല്ലാം അകന്നു പോയതായിട്ടാണ് കാണുന്നത്. ചുറ്റിനും നിങ്ങൾക്ക് നല്ല പ്രകാശമുണ്ടെങ്കിലും നിങ്ങൾ അന്ധകാരത്തിലായിരിക്കുന്ന ഒരവസ്ഥ അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ, 1000 വിളക്ക് തെളിഞ്ഞിരുന്നാലും ആശിച്ച വിളക്ക് തെളിയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടിൽ തന്നെയാണെന്ന്. അപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആശിച്ച വിളക്ക് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റും ആയിരക്കണക്കിന് വിളക്കുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അന്ധകാരത്തിലും വിഷമത്തിലുമായിട്ട് കാണപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രപഞ്ചശക്തി ഇതിന് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ഭാരങ്ങൾ അത് ഇറക്കി വയ്ക്കാൻ സമയമായിരിക്കുന്നു. ഇവിടെ 10 നമ്പറാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദൂരം കൂടി നിങ്ങൾക്ക് ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഇവിടെ ഇറക്കി വയ്ക്കാൻ പോകുന്നതായിട്ടാണ് പ്രപഞ്ചശക്തി പറയുന്നത്. വെയിറ്റ് ചെയ്യുക. നിങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഹാപ്പി ലൈഫ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ ഒരു ഉയർച്ച നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കണമോ അതോ മൂവ് ഓൺ ചെയ്യണമോ? ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ തുടരണമോ അതോ മൂവ് ഓൺ ചെയ്ത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക്, മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നു പോകണമോ എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് നല്ല രീതിയിൽ പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർ മൂവ് ഓൺ ചെയ്യണമോ വേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം സമയം ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ലഭിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫറുമായിട്ട് വരും. പക്ഷേ നിങ്ങൾക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം എന്നുള്ളതാണ്. കാരണം ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ഓഫറാണ് വരുന്നത്. കാരണം അവർക്ക് തോന്നുമ്പോൾ വരിക, അല്ലെങ്കിൽ വീണ്ടും മതിയാക്കി പോകുക, വീണ്ടും വരിക, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. മെച്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ തുടരണമോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, ഓഫർ തരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇമ്മച്യൂർ ആയതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വേണ്ടാന്ന് വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതാണ്. പെട്ടെന്ന് ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷനാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ തുടർന്ന് പോകണമെങ്കിൽ പോകാം. എന്തായാലും റീയൂണിയൻ ഉണ്ടാകും. അവർ നിങ്ങളിലേക്ക് തന്നെ വരും. ഫസ്റ്റ് കാർഡിന് കമ്മിറ്റ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2 കാർഡ്സുകളുടെയും പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്താണ്? ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ. ഓവറോൾ എനർജി ഇപ്പം റണ്ണറും ചേസറുമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഒരാളിനെ ചേസ് ചെയ്യുന്നുണ്ട്, ഒരാൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, നെഗറ്റീവ് എനർജിയും കാണുന്നു. പാസ്റ്റ് എന്തായിരുന്നു? എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു? ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ. നിങ്ങൾ ഒരുപാട് ഇമോഷണലി തകർന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം മാനസികമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ കടന്നു വരക്കാം. ആ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു, നല്ല രീതിയിൽ ജോലിയിലേക്ക് കടന്നു പോകുന്ന വ്യക്തിയായിരുന്നു, സാമ്പത്തിക ഗ്രോത്ത് ഉള്ള ഒരു വ്യക്തിയായിരുന്നു, മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു,
ജീവിതത്തിൽ സർവ്വ കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്, സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ പരിഗണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ഒരുപാട് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ലവിൻ്റെ കാര്യത്തിലോ കോൺഫിഡൻസിൻ്റെ കാര്യത്തിലോ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, അതായിരുന്നു നിങ്ങളുടെ പാസ്റ്റ് കാണുന്നത്. ഓക്കെ, പ്രസൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ മനസ്സുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സന്തോഷിക്കാൻ കഴിയുന്നില്ല. ചുറ്റിനും എത്ര വിളക്കുകൾ ഉണ്ടായിട്ടും നിങ്ങൾ അന്ധകാരത്തിലാണ്, മാനസികമായി തകർന്നു പോയിരിക്കുന്ന അവസ്ഥ. പരാജയപ്പെട്ടല്ലോ ഞാൻ വീണ്ടും എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന അവസ്ഥ. ഓക്കെ, നമുക്ക് നമുക്കൊരു കയ്യോ കാലോ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ജന്മന അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. ജനിച്ചതേ അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകും. എന്നാൽ ഇങ്ങനെ അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര പെയിനായിരിക്കും അല്ലേ. നല്ല രീതിയിൽ മാനസികമായി അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കാം നമ്മളെ തോളിൽ താങ്ങാനായിട്ട് ആരെങ്കിലും വരുന്നത് അല്ലേ. നമ്മുടെ ആ കാലോ കയ്യോ കുത്തി നടക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മളെ തോള് തന്ന് അവരെ ചാരി അവർ നമ്മളെ കാല് പിടിച്ച് നടത്തിക്കുന്നതിന് ഒരു സപ്പോർട്ട്, ഒരു ഊന്നുവടിയെ പോലെ നമ്മുടെ കൂടെ കാണും. കുറച്ച് ദൂരം നടന്നു പോകുന്ന സമയത്ത് പകുതിയിലെത്തുമ്പോൾ അവർ നമ്മളെ അവിടെ ഒറ്റയ്ക്കാക്കി, ആരും സഹായിക്കാനില്ലാതെ ഒറ്റയ്ക്കാക്കി അന്ധകാരത്തിലേക്ക് തകർത്തിട്ടിട്ട് പോകുമ്പോൾ ആദ്യം നമുക്ക് അത് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ 1000 ഇരട്ടിയായിരിക്കും പിന്നീട് നമുക്ക് ഇല്ലാത്ത കാര്യം, നമുക്ക് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമുക്ക് അതിലും വലിയ വേദനയും ഒറ്റപ്പെടലും അന്ധകാരവും തന്നിട്ട് പോകുന്ന വ്യക്തികൾ. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി നിങ്ങൾ കടന്നു പോയതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തെ മനസ്സിൽ ഓർത്ത് നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ റിക്കവർ ആകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നും റിക്കവർ ആകുന്നു. നിങ്ങൾ നിങ്ങളുടെ ഗോളുകളെ സെറ്റ് ചെയ്യുന്നു, വിജയിക്കുന്നു. ഓക്കെ, സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിശയിലേക്ക് പോകുവാൻ നിങ്ങൾ തയ്യാറാകുന്ന ഒരു എനർജി പ്രസൻറ്റിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ എന്തായിരിക്കും? ഫ്യൂച്ചർ എപ്പോഴും നമ്മളുടെ മിററിങ് ആയിരിക്കും. പ്രസൻറ്റിൻ്റെ മിററിങ് ആയിരിക്കും ഫ്യൂച്ചർ വരുന്നത് അല്ലേ. നമ്മൾ ചെയ്ത കർമ്മയ്ക്ക് അനുസരിച്ചിട്ടാണ്. ഇപ്പം ഒരു വ്യക്തി ഡോക്ടർ ആകണമെങ്കിൽ ഫ്യൂച്ചറിലല്ല അവർ ഡോക്ടർ ആകുന്നത്. നമ്മുടെ പ്രസൻറ്റിൽ അതിന് പ്രിപ്പയർ ആകണം. നമ്മുടെ കർമ്മകൾ, ഡോക്ടറിന് വേണ്ടിയിട്ട് എൻട്രൻസ് എഴുതണം, അത് പഠിക്കണം, അതിന് പ്രാക്ടീസ് ചെയ്യണം. നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഡോക്ടർ ആകുകയുള്ളൂ. അപ്പം ഇവിടെ ഒന്നും ചെയ്യാതെ പഠിക്കാതിരിക്കുന്ന ഒരു വ്യക്തി ഫ്യൂച്ചറിൽ ഡോക്ടർ ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്താണോ തീരുമാനിക്കുന്നത്, എന്താണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ആകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതെനിക്ക് നെഗറ്റീവായി ചിന്തിച്ച് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലെല്ലാം സ്റ്റക്കായിരിക്കും, മുന്നോട്ട് പോകില്ല. പക്ഷേ നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് 5 എലമെൻ്റ് കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചവും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രപഞ്ചത്തെ പോലെ ആയി തീരണമെങ്കിൽ നമുക്ക് ഒരു സ്ട്രെങ്ത് വേണം, ഒരു ഇന്നർ പവർ വേണം. ആ ഇന്നർ പവർ ഉണ്ടെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് എന്തായാലും ഉണ്ടാകും. ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ആക്ഷൻ എടുത്തെങ്കിൽ മാത്രം, പ്രത്യേകം പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. എന്നാൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നല്ല ഒരു ഗ്രോത്ത് നിങ്ങളുടെ റിലേഷൻ സംബന്ധമായും സാമ്പത്തികപരമായും ജോലി സംബന്ധമായും നിങ്ങളിൽ നല്ല ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം കടന്നു വരും. യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇല്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, ഞാൻ എൻ്റെ പേഴ്സൺ തിരിച്ചു വരാതെ ഞാൻ അനങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ജന്മം ഇവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് മാത്രമാണ് നഷ്ടമെന്ന് മനസ്സിലാക്കുക, മറ്റാർക്കും അതിൽ നഷ്ടം വരുന്നില്ല. അപ്പം നിങ്ങളുടെ ഈ ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും നല്ല ജന്മമാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക.
ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫ് അത് ഒന്നേ ഉള്ളൂ. അത് ആർക്ക് വേണ്ടിയും നശിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകാതിരിക്കുക. നിങ്ങളുടെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ജീവിതം ജീവിച്ച് തീർക്കുക. ഓക്കെ, അപ്പം ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.